നമസ്കാരം. വില്ലേജ് ന്യൂസ് TV പ്രധാന വാർത്തകൾ. 2 ദിവസത്തെ സന്ദർശനത്തിന് ഒമാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഒമാൻ ഉപപ്രധാനമന്ത്രി സയ്യിദ് ശിഹാബ് ബിൻ താരിഖ് അൽ സയ്യിദ് വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രി ഒമാൻ സന്ദർശിക്കുന്നത്. കേന്ദ്ര നേതൃത്വവുമായി ചർച്ച നടത്തി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇന്ന് മടങ്ങിയെത്തുന്നതോടെ BJP മേയർ സ്ഥാനം ആർക്കെന്ന് വ്യക്തമാകും. കോർപ്പറേഷൻ കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ ഈ ഞായറാഴ്ച രാവിലെ 11-ന് കൗൺസിൽ ലോഞ്ചിൽ നടക്കും. പീഡനത്തിനിരയാക്കി ദൃശ്യങ്ങൾ പകർത്തിയ കേസിലെ അതിജീവിത സോഷ്യൽ മീഡിയയിൽ തനിക്കെതിരെ ഉണ്ടായ അധിക്ഷേപങ്ങളിൽ മുഖ്യമന്ത്രിക്കും പോലീസിനും പരാതി നൽകി. പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയേ എന്ന പാലടി ഗാനം അയ്യപ്പ ഭക്തി ഗാനത്തെ അവഹേളിച്ചു എന്നാരോപിച്ച് കേസെടുത്തു. ഗാനരചയിതാവ് കുഞ്ഞബ്ദുള്ളയുടെ പേര് FIR-ൽ പോലീസ് കുഞ്ഞുപിള്ള എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി K. കരുണാകരനെതിരെ ഇതേ അയ്യപ്പ ഭക്തി ഗാനത്തിന്റെ പാരഡി ഇറക്കി CPM-ന്റെ ചാനലിൽ അറിയപ്പെടുന്ന 2 പേരെ കൊണ്ട് പാടിച്ചപ്പോൾ ഈ ആവേശം ഉണ്ടായില്ലല്ലോ എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അഭിപ്രായപ്പെട്ടു. സ്വർണം കട്ടവരെ കുറിച്ച് മിണ്ടാൻ പാടില്ലേ എന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. വിവാദങ്ങൾ ഉയർത്തി സർവകലാശാലയ്ക്ക് കളങ്കമുണ്ടാക്കിയെന്ന ആരോപണമുയർന്ന രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിനെ സർക്കാർ കൈവിട്ടു. അദ്ദേഹത്തെ ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിലേക്ക് തിരിച്ചയച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കടകംപള്ളി സുരേന്ദ്രനെതിരെയുള്ള തെളിവ് കോടതിയിൽ ഹാജരാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. ഇതേസമയം 6ാം പ്രതി മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ A. ശ്രീകുമാറിനെ ഇന്നലെ അറസ്റ്റ് ചെയ്തു. കേന്ദ്രം വിലക്കിയ 3 സിനിമകൾ ഉൾപ്പെടെ ഇന്ന് 72 ചിത്രങ്ങൾ ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശനത്തിനെത്തും. പാലസ്തീൻ 36, വാജിബ്, ബീഫ് എന്നിവയാണ് വിലക്കുള്ള ചിത്രങ്ങൾ. ഇതേസമയം 5 സിനിമകൾക്ക് കൂടി കേന്ദ്രം വിലക്ക് ഏർപ്പെടുത്തി. ചലച്ചിത്ര അക്കാദമി മേളയെ PR സ്റ്റണ്ടിന് ഉപയോഗിക്കുന്നുവെന്ന് മുൻ ആർട്ടിസ്റ്റിക് ഡയറക്ടർ ദീപിക സുശീലൻ പറഞ്ഞു. നടപടിക്രമങ്ങളിലെ സ്വന്തം വീഴ്ചയെ രാഷ്ട്രീയ സ്റ്റണ്ടാക്കി മാറ്റിയെന്നും അവർ ആരോപിച്ചു. ഗവർണർ പങ്കെടുക്കേണ്ട യോഗവേദിക്കുള്ള അനുമതി രജിസ്ട്രാർ അനിൽകുമാറിനെ സമ്മർദ്ദത്തിലാക്കി റദ്ദാക്കിയ ഇടതു സിൻഡിക്കേറ്റ് അംഗങ്ങളായ G. മുരളീധരൻ പിള്ള, JS ഷിജു ഖാൻ എന്നിവരെ പുറത്താക്കണമെന്ന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ശബരിമലയിൽ തീർത്ഥാടന കാലത്തെ വരുമാനം 210 കോടി രൂപയായി ഉയർന്നു. ഇതിൽ 106 കോടി രൂപ അരവണയുടെ വിറ്റുവരവാണെന്നും കണക്കുകൾ. തിരുവനന്തപുരം വാമനാപുരത്ത് മന്ത്രി സജി ചെറിയാന്റെ കാറിന്റെ ടയർ ഊരിത്തെറിച്ചു. ചെങ്ങന്നൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്നു മന്ത്രി. കാറിൽ മന്ത്രിയും ഗൺമാനുമാണ് ഡ്രൈവറെ കൂടാതെ ഉണ്ടായിരുന്നത്. ആർക്കും പരിക്കില്ല. ജോലി വാഗ്ദാനം ചെയ്ത് ഓൺലൈൻ വഴി ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ യൂട്യൂബർ മുഹമ്മദ് ഡിലിജൻ ബ്ലെസ്ലിയെ വടകരയിൽ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. വരാപ്പുഴയിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി വൃദ്ധയുടെ കഴുത്തിൽ കിടന്ന സ്വർണ്ണമാല പൊട്ടിച്ച തിരുവനന്തപുരത്തുകാരി അശ്വതിയെ വരാപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തു. അശ്വതിക്കെതിരെ രാസലഹരി കൈവശം വച്ചതിനും മദ്യപിച്ച് വാഹനമോടിച്ചതിനും നേരത്തെ കേസുണ്ട്. വില്ലേജ് ന്യൂസ് TV പ്രേക്ഷകരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് PTP നഗർ ജലസംഭരണിയിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ തിരുവനന്തപുരത്ത് ഇന്ന് 34 ഇടങ്ങളിൽ ജലവിതരണം തടസ്സപ്പെടുമെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു. കൊൽക്കത്ത സ്വദേശിനിയായ 23-കാരിയെ ഡേറ്റിംഗ് ആപ്പ് വഴി വാഞ്ചിച്ചതായി പരാതി. കൊച്ചിയിലെത്തിച്ച യുവതിയെ പണവും ആഭരണങ്ങളും തട്ടിയെടുത്ത ശേഷം യുവാവ് കാശ്മീരിലേക്ക് മുങ്ങുകയായിരുന്നു. കൂടുതൽ വാർത്തകളും വിശകലനങ്ങളും നിങ്ങളിലേക്ക് എത്തുവാൻ വില്ലേജ് ന്യൂസ് TV സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.